മഹാഭാരതത്തിൽ നിന്നും ഒരു ഏടെടുത്ത് സിനിമയാക്കാൻ പലരെയും പോലെ സംവിധായകൻ ഭരതനും ഭയപ്പെട്ടിരുന്നു. പാളിച്ചകൾ സംഭവിച്ചാൽ ആരും പൊറുക്കില്ല എന്നതായിരുന്നു മുഖ്യ കാരണം. ഭരതന്റെ മനസ്സ് പുരാണ കഥകളുടെയും ഇതിഹാസ കഥകളുടെയും ഐതിഹ്യ കഥകളുടെയും കലവറ തന്നെയായിരുന്നു. പുരാണ മഹിമയുമായി പ്രകൃതിയുടെ സൗന്ദര്യം ചാലിച്ച് തിരശീലയിൽ ഭരതൻ ടച്ച് വിരയിക്കാമെന്ന വിശ്വാസം കൂടിയായിരുന്നു മഹാഭാരതത്തിലെ ദേവദാസി പെണ്ണായ വൈശാലിയുടെ കഥ സിനിമയാക്കാൻ ഭരതൻ ഇറങ്ങി തിരിച്ചത്. വളരെ സൂക്ഷ്മതയോടുകൂടി കഥ എഴുതി അടുത്തതായി ഓരോ ഫ്രെയിമിന്റെയും സ്കെച്ച് വരച്ച് സ്വയം വിശ്വാസപ്പെടുത്തിയിട്ടായിരുന്നു ഭരതൻ എഴുത്തിന്റെ ഏകലവ്യൻ MD വാസുദേവൻ നായരെ തേടിപ്പോയത്. ഭരതന്റെ കഥയും സ്കെച്ചും കണ്ട് തൃപ്തിയായ MD തിരക്കഥയും സംഭാഷണവും രചിക്കാമെന്ന് സമ്മതം മൂളി. പക്ഷേ കഥ കേട്ട് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്, പണം വാരിക്കൂരി എറിയണം എന്നൊക്കെ പറഞ്ഞ് പല നിർമ്മാതാക്കളും പിന്മാറി. ഒടുവിൽ MDയുടെ പരിചയക്കാരനും വിദേശത്തെ സ്വർണ്ണ വ്യാപാരിയുമായ രാമചന്ദ്രനായിരുന്നു വൈശാലിയുടെ നിർമ്മാണം ഏറ്റെടുത്തത്. നായികയും നായകനും പുതുമുഖങ്ങൾ വേണം എന്നുള്ളത് MDയും ഭരതനും തുടക്കത്തിലെ തീരുമാനിച്ചിരുന്നു. ഒരുപാട് പേരെ തിരിഞ്ഞതിൽ നിന്നുമായിരുന്നു സുപർണയും സഞ്ജയ് മിത്രയും തിരഞ്ഞെടുത്തത്. ബാബു ആന്റണി കയ്യാളിയ ലോമപാദന്റെ വേഷത്തിൽ മറ്റു പല താരങ്ങളെയും ഭരതൻ മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. പക്ഷേ ബാബു ആന്റണിയുടെ അസാമാന്യ ഉയരം തന്നെയായിരുന്നു ഭരതനെ ആകർഷിച്ചത്. മൈസൂർ വനമായിരുന്നു ആദ്യം ലൊക്കേഷനായി ഉറപ്പിച്ചത്. എന്നാൽ ഇടുക്കിയിൽ കണ്ട മലകളും ഗുഹകളും ഭരതനെ വിസ്മയിപ്പിച്ചു. അങ്ങനെ ഇടുക്കി ലൊക്കേഷനായി മാറി. ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയത് ബോംബെ രവിയും ONV ഗ്രൂപ്പും ചേർന്നായിരുന്നു. നെടുമുടി വേണു, ഗീത, പാർവതി, അശോകൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഛായാഗ്രഹണം മധു അമ്പാട്. ചന്ദ്രകാന്ത് ഫിലിംസിന്റെ ബാനറിൽ 1988 പ്രദർശനത്തിന് വന്ന വൈശാലി എന്ന പുരാണ ചിത്രത്തെ ഇരുകൈയും നീട്ടിക്കൊണ്ടായിരുന്നു മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് വരവേറ്റത്. ചിത്രത്തോടും പ്രകൃതിയോടും ഇണങ്ങി നിന്ന മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയ ONV കുറുപ്പിനും തേനൂർന്നിറങ്ങിയ ആലാപനമൊരുക്കിയ ചിത്രയ്ക്കും ദേശീയ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ വൈശാലി നേടിക്കൊടുത്തു.